നമസ്കാരം. മാനുഷിക മൂല്യങ്ങൾക്കും അയൽപക്ക ബന്ധങ്ങൾക്കും ഇന്ത്യ നൽകുന്ന പ്രാധാന്യം ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന അഫ്ഗാൻ ജനതയ്ക്ക് ആശ്വാസവുമായി ഇന്ത്യ എത്തിക്കഴിഞ്ഞു. 2.5 ടൺ വരുന്ന അടിയന്തര മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടങ്ങിയ ആദ്യഘട്ട സഹായം ഇന്ത്യ ഇന്ന് കാബൂളിലെത്തിച്ചു. കഴിഞ്ഞ മാർച്ച് 16-നായിരുന്നു അഫ്ഗാനെ നടുക്കിയ ആ ദുരന്തം നടന്നത്. കാബൂളിലെ ലഹരി വിമോചന കേന്ദ്രമായ ഒമീദ് ഹോസ്പിറ്റലിന് നേരെ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരുടെ എണ്ണം ഇതിലും കൂടുതലാണ്. റമദാൻ മാസത്തിൽ സമാധാനം പുലരേണ്ട സമയത്ത് ഒരു ആശുപത്രിക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ ഇന്ത്യ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഭീരുത്വപരമായ നടപടി എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഫ്ഗാനിലെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2.5 ടൺ വരുന്ന മെഡിക്കൽ കൺസൈൻമെന്റ് ഇന്ന് കാബൂളിൽ എത്തിയത്. ജീവൻ രക്ഷാ മരുന്നുകൾ, സർജിക്കൽ ഉപകരണങ്ങൾ, ഡിസ്പോസിബിൾ കിറ്റുകൾ, മറ്റ് അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കും വേഗത്തിലുള്ള സുഖം പ്രാപിക്കലിനും ഈ സഹായം നിർണായകമാകും. അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷവും അവിടുത്തെ സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം ഇന്ത്യ തുടർന്നു പോരുന്നുണ്ട്. മുൻപും ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ സംഘർഷാവസ്ഥയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നേരിട്ട് സഹായം എത്തിക്കുന്നത് മേഖലയിലെ ഇന്ത്യയുടെ ശക്തമായ സാന്നിധ്യവും അഫ്ഗാൻ ജനതയോടുള്ള പ്രതിബദ്ധതയുമാണ് വ്യക്തമാക്കുന്നത്. അഫ്ഗാൻ ജനതയുടെ പരമാധികാരത്തെയും ക്ഷേമത്തെയും ഇന്ത്യ എന്നും പിന്തുണയ്ക്കുമെന്ന വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ വാക്കുകൾ ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ദുരിതകാലത്ത് കൈവിടാത്ത ഉറ്റ സുഹൃത്തായി ഇന്ത്യ മാറുന്നത് നാം വീണ്ടും കാണുകയാണ്. സമാധാനവും സുരക്ഷിതത്വവും അഫ്ഗാൻ മണ്ണിലേക്ക് തിരികെ വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.